ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കാം കേട്ടോ. അപ്പം ഇന്നത്തേതാണ് നമ്മൾ 2 ദിവസത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് ഒന്ന് കണ്ടു നോക്കുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു 6 മണി 6:30 ആകുന്ന സമയത്തായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ PGൻ്റെ എക്സാമിൻ്റെ വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിന്. അപ്പം അത് കുറച്ച് ദൂരമായിട്ടാണ് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിന്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയം മുതൽ കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ഐബൊക്കെ നല്ലൊരു ഉറക്കത്തിലാണ്. ഇപ്പോൾ രാവിലത്തെ സമയമല്ലേ, പിന്നെ ഇപ്പം എണീക്കുമ്പം എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ എക്സാമിനൊക്കെ പോകലുണ്ടെങ്കിലും അത് ഒന്നും കൂടി ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൂടുതലും പോലെ. ഇതിപ്പം ഇത്ര നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണാതെ അങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം വൈവൻ്റെ സെൻറ്റർ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരമായിട്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂറൊക്കെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടായിട്ടോ. അപ്പം അവിടെ എത്തിയപ്പം തന്നെ 10-15 മിനിറ്റൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈവയും ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് കയറുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വൈവൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്താണ് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോന്നിട്ടുണ്ടായിന്. അൽഹംദുലില്ലാ നമ്മൾ പ്രതീക്ഷനേക്കാളും നന്നായിട്ട് തന്നെ വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കോളേജ് മൊത്തത്തിലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ വീഡിയോ ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇത് ശരിക്കും നമ്മൾ പഴയൊരു ഫിലിമിലൊക്കെ കാണുന്നൊരു കോളേജിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. കുറേ മരങ്ങൾ അങ്ങനെയൊക്കെ തിങ്ങി നിറഞ്ഞ് ഒരുപാട് മരങ്ങളുണ്ട്. വലിയ പടുമരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പഴയ രീതിയിലുള്ളൊരു ക്യാമ്പസായിട്ടാണ് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോരാണ്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് കയറി പോരാനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഒക്കെ ഉള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന പോലെ തന്നെ ഒരു 3 മണിക്കൂർ അങ്ങോട്ടേക്കും അങ്ങനെ യാത്രയുണ്ട്. അതാ നമ്മൾ ബസ്സിൽ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോകട്ടോ. കുറേ കാലമായിട്ടോ ബസ്സിൽ അങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട്. ഇനിയിപ്പം മെയിൻ ടൗണിലേക്ക് അങ്ങനെ പോവാം. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ രാവിലെ ഈ ഒരു പോരുന്ന സമയത്ത് ഉണ്ടാവില്ല, ഒരു 5:30 അല്ലെങ്കിൽ 6 മണി ആ ഒരു സമയത്ത് നമ്മൾ ചെറുതായിട്ട് ചായയും കടിയൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നതാട്ടോ. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം വിശന്ന് കണ്ണ് കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലാട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ഈ വൈവൻ്റെ ടെൻഷൻ ഇനിയിപ്പോൾ ലേറ്റ് ആവുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊന്നും കേൾക്കാതെ നേരെ കോളേജിലേക്ക് അങ്ങനെ കയറിയതിന്. പക്ഷേ ഇപ്പോൾ ഒരുപാടായ പിന്നെ നമ്മൾ പ്രതീക്ഷ അത്രയും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ബർഗറൊക്കെ ഒരുവിധം ഒപ്പിച്ച് കഴിച്ച് പിന്നെ ലോഡർ ഫ്രൈസൊക്കെ ഓർഡർ ആക്കിയതിന് കേട്ടോ. വീട്ടിലേക്ക് അങ്ങനെ പാർസലായിട്ട് അങ്ങനെ കൊണ്ടുപോയതിന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. പിന്നെ അന്ന് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഒന്നാമത്തെ പോയിക്കും ഫോണിൽ ചാർജും കഴിഞ്ഞ് പിന്നെ മൊത്തത്തിലൊരു ടയർഡായൊരവസ്ഥയിലാണ് കേട്ടോ അത്രയും യാത്രയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം വീഡിയോസ് കാര്യങ്ങൾ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് രാത്രി ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്ന പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു സമയത്താട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. രാവിലെ അതാ ഐബും അതിനൊക്കെ എണീറ്റ് വന്ന് അപ്പം അതിനോൻ്റെ മുടി ഓൾറെഡി കെട്ടി കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അതാ ഓളെ നെറ്റ് കുറച്ച് കയറി നിൽക്കുന്ന പോലെ തോന്നിയപ്പം അത് മാറ്റി ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പത്തിരി ആയിട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരി ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ള ദിവസങ്ങളിലൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണമല്ലോ. അപ്പം വേഗത്തിൽ അടുപ്പത്ത് നട്ടോ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്ന. അടുപ്പിലാകുമ്പോൾ നമ്മൾ കത്തി കിട്ടാനുള്ളൊരു പണിയേ ഉണ്ടാവുള്ളൂ. കത്തി പിടിച്ചിട്ടിയാൽ പിന്നെ വേഗത്തിൽ നല്ല ചൂടുണ്ടാവും. വേഗം നമുക്കങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യല്ലോ. അപ്പം അങ്ങനെ കുറച്ചങ്ങനെ ചുട്ട് പകുതിയൊക്കെ ആയപ്പോൾ നമുക്ക് തോന്നിയത് കുറച്ച് കൂടുതലുണ്ട് തോന്നിയിട്ട് കുറച്ചങ്ങനെ മാറ്റി വെച്ചതിന്. ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങനെ വേഗത്തിൽ ചുട്ടെടുത്ത് അങ്ങനെ എല്ലാം റെഡിയായി. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കാം കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ ചായ കുടിക്കാൻ. കാരണം ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എണീക്കാനും ഒക്കെ ഒരു ലേറ്റായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ചായ കുടിയും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ചായൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ നല്ലൊരു കളിയിലാണ്. കളിയെന്ന് പറഞ്ഞാൽ ഒരു 1-1.5 കളിയിലായിട്ടൊന്ന് 3 ആളും. അപ്പം ആദ്യം തന്നെ ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് അവിടെ എത്തിയപ്പം അതിനും കയ്യിലൊക്കെ പെയിൻ്റ് എടുക്കുന്നുണ്ട്. കയ്യിലും കാലിലൊക്കെ പെയിൻ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓളിങ്ങനെ മൈലാഞ്ചൊക്കെ ഇടുന്ന പോലെ അതും റെഡ് കളർ തന്നെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാലിൽ മൊത്തത്തിലിട്ട് പിന്നെ കയ്യിലും ഒക്കെ ആയിട്ട് ഫുള്ള് പെയിൻ്റോട് ഒരു കളി അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രഷ് മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ആൾക്കും ഒരേപോലെ ബ്രഷൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്
അങ്ങനെ കളി തുടങ്ങിയതേനി. പക്ഷെ അതിൻ്റെ അവസാനത ഇങ്ങനെയാണ് സംഭവിച്ചത്. അവൾ നല്ല ഇതിൽ കാലൊക്കെ വെച്ച് നല്ല ഇതിൽ തന്നെ പെയിൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ നിൽക്കുന്ന പോലെ തന്നെ അവൾ കയ്യിലൊക്കെ പെയിൻറ്റ് എടുക്കുന്നുണ്ട്. അമ്മൾ പിന്നെ ഓളുടേതായ കാര്യങ്ങൾ ഓളെ രീതിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി ഓലെ കുളിപ്പിച്ചൊക്കെ ചെയ്തിട്ടോ മക്കളെ 3 പേരെയും. ഇനിയിപ്പോൾ ഇന്ന് ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കുക. ചോറ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെന്തിട്ടുണ്ടോ എന്നൊന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിനി. അപ്പം റേഷനറി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ അങ്ങ് വെന്ത് പോവും. നമ്മൾ കുറച്ച് സമയം ഒന്ന് ലേറ്റായി പോയാൽ ചിലപ്പോൾ അത് നല്ലോണം അങ്ങ് ചീഞ്ഞു പോവും. ആ ഒരു പാകത്തിൽ അങ്ങ് ഊറ്റിയെടുത്താലേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ചോറൊക്കെ വെന്ത് ഇനിയിപ്പോൾ അടുപ്പത്ത് നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാനുള്ള പരിപാടികൾ നോക്കുക. ചോറൊക്കെ റെഡിയായി കഴിഞ്ഞ് അവിടെ നമ്മൾ ചിക്കൻ കറി ആയിട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ചിക്കന് തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വെണ്ടാന്ന്, പിന്നെ കയ്പ്പയും, പിന്നെ കുറച്ച് മുരിങ്ങയിലും കൂടെ കിട്ടീന് കേട്ടോ. മുരിങ്ങയില ഇവിടെ മുരിങ്ങയിലല്ലോ കേട്ടോ, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അങ്ങനെ പറിച്ചുകൊണ്ടുവന്നതിന്. അപ്പം അതിങ്ങനെ ഉപ്പേരി പോലെ തേങ്ങ അരച്ചിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ വെക്കുക. കയ്പ്പ പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ സാധാ ചിക്കനൊക്കെ പൊരിക്കണ പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് പൊരിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടില്ല. അപ്പം അത് മുരിങ്ങയിലാകുമ്പം അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ അങ്ങനെ എടുത്ത് വെച്ചാൽ. അപ്പം ഞാനിതാ ഈ സൈഡിലിരുന്ന് അങ്ങനെ കയ്പ്പ വൃത്തിയാക്കി എടുക്കുക. കയ്പ്പ് ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളിപ്പം ആ ഒരു കയ്പ്പും കാര്യമൊന്നും അറിയാത്ത രീതിയിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിങ്ങനെ മുരിങ്ങേൻ്റെ ഇങ്ങനെ അരിഞ്ഞുകൊടുക്കുന്നതിൻ്റെ ഇടയിൽ അത്ഭുത ഓൻ്റെ ഒരുവിധം പരിപാടികളും കളികളൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നിനി. അപ്പം ഓനിക്ക് ഞാനിങ്ങനെ മുരിങ്ങേൻ്റെ ഇരിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം അവരങ്ങനെ അതിമിലിങ്ങനെ നിന്നോളുമല്ലോ. അപ്പം ഓരോന്നോരോന്നായിട്ട് കുറച്ച് നേരമൊക്കെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓനങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഇടയിൽ അമലും കൂടി വന്നിരുന്നു കേട്ടോ. ഓക്കും ഇഷ്ടമാട്ടോ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും പണികൾ ഇങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളൊക്കെ എടുക്കാനും ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഓളും ഇങ്ങനെ ചെയ്യുന്നുണ്ടതിന്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഉമ്മയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ചായിട്ട് അതങ്ങനെ തീർത്തിട്ടുണ്ടതിന്. ഇപ്പോൾ കുറച്ച് നേരമൊക്കെ അതിമേലങ്ങ് നിന്ന് പിന്നെ ഓനക്കത് മടുത്തിട്ട് ഓൽക്കിപ്പോൾ ഇനിയിപ്പോൾ ഏത് സംഗതികളായാലും കുറച്ച് നേരമൊക്കെ അങ്ങനെ പിടിച്ച് എടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ടോയ്സിൻ്റെ കാര്യങ്ങളായാലും അങ്ങനെയാണല്ലോ. നമ്മളിപ്പം എന്തൊക്കെ പുതുമയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാലും കുറച്ച് നേരമൊക്കെ ഓൾക്ക് അതിമേലൊരു ഇഷ്ടം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് അതും ഒരു പഴയ പോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് നേരമൊക്കെ അതിമേൽ അങ്ങനെ ഇരുന്ന് കിട്ടീനി. പിന്നെ ഓൾക്ക് എന്തോ ഒരു മടുപ്പ് തോന്നിയിട്ട് അങ്ങനെ എണീറ്റ് പോയതാണ്. പിന്നെ മുരിങ്ങയിലൊക്കെ നമ്മൾ സാധാ പോലെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കൽ. അല്ലെങ്കിൽ ഇങ്ങനെ താളിപ്പ് പോലെ അങ്ങനെ റെഡിയാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കും കേട്ടോ. ആ 2 രീതിയിലാണ് കൂടുതലും മുരിങ്ങയില ഇവിടെ ഉണ്ടാക്കൽ. പിന്നെ അതിൻ്റെ ശേഷം നമ്മളൊരു ഭാഗത്തുനിന്ന് കയ്പ്പയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്ന് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ലേണ്ടു. പിന്നെ ഒക്കെ ഒരു തിരക്കും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു പൂർത്തിയാക്കാൻ പറ്റാത്തൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും മറ്റൊരു വ്ളോഗോ റെസിപ്പീസോ വീഡിയോസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.